ലാലേട്ടൻ ബിഗ് ബോസ് ആണ് ഇപ്രാവശ്യം സ്കോർ ചെയ്ത് നിൽക്കുന്നത്. കണ്ടസ്റ്റൻസ് അത്രക്ക് പോരാ. പുള്ളി ഭയങ്കര മൈൻഡ് ഗെയിമറാണ്. അനുമോളുടെ ഇതിൽ കുറച്ച് ചില നേരത്തെ ഓവറാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കാണിക്കണേക്കുണ്ട് ഇത് അനുമോളുടെ ഭാഗത്ത് തന്നെ തെറ്റ്. അതങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നത് ശരിക്കും. അനുമോളുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. അത് ചുമ്മാ കാണുന്ന എന്താ നമുക്കൊന്നെന്ന് വെച്ചാൽ ലൈക്ക് അവരെന്താ കൃത്യമായിട്ട് കണ്ടെന്നുള്ള കാര്യം ഇപ്പോഴും നമുക്കൊരു പ്രോപ്പർ ഇൻഫർമേഷൻ ആസ് എൻ ഓഡിയൻസ് കിട്ടിയിട്ടില്ല. കറണ്ട് ടൈമിൽ സ്ക്രീൻ സ്പേസ് കിട്ടിയായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നണത് കരയാത്തോണ്ട് കിട്ടാത്ത. ഹായ് ഹലോ നമസ്കാരം. ബിഗ് ബോസ് ഷോ ഇങ്ങനെ അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മാസത്തോളമായി ബിഗ് ബോസ് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ അവസരത്തിൽ നമുക്ക് എങ്ങനെയുണ്ട് ഷോ, എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഗെയിമർ, പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് എന്താ, ഇഷ്ടപ്പെടാത്തത് എന്ത് എന്നൊക്കെ ഉള്ളത് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ നമ്മൾ ചോദിച്ചറിയണം. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രേക്ഷകരുടെ അഭിപ്രായം തേടാൻ വരും. ഹായ്, എന്താ പേര്? പവിത്ര. ബിഗ് ബോസ് കാണാറുണ്ടോ? എങ്ങനെയുണ്ട് ഈ തവണത്തെ ഷോ കാര്യങ്ങളൊക്കെ? മുന്നത്തെ സീസണിനായിട്ടും കുറച്ച് ബോറാണ്. ഓക്കെ. എങ്കിലും ഇപ്പം കഴിഞ്ഞ തവണയൊക്കെ ഒരു 1 മന്ത് ആകുമ്പോൾ ഒരു 2 പേരിലേക്ക് കളി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ തവണ എന്താണ് അവസ്ഥ? ഒരു മാസമായി തുടങ്ങിയിട്ട് എന്താണ് അവസ്ഥ? ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഓരോ വീക്ക് കൂടുന്തോറും ഓരോ കണ്ടസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നുള്ളൊരു മുന്നത്തുള്ള സീസണിന് വെച്ച് നോക്കുമ്പോൾ ഗെയിം സ്പിരിറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ ദ ഗ്രഡ്ജസ് കമ്പാരിറ്റീവ്ലി ഹൈ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ പേഴ്സണലി ആയിട്ട് കാര്യങ്ങൾ എടുക്കും. മുന്നത്തെ സീസണിൽ എന്ന് വെച്ചാൽ ഇവന്തോ ആ 2 പേരായിട്ട് മാത്രം ഫോക്കസ് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു കോണ്ടന്റ് ജനറേഷൻ ആണെങ്കിലും അവരെ പേഴ്സണലി എടുക്കത്തില്ല. ഇൻ ദി എൻഡ് അവരെ കാര്യങ്ങളൊക്കെ എല്ലാം സ്മൂത്താക്കി എടുക്കുമായിരുന്നു. ബട്ട് ഈ ഒരു സീസണിലിപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാം പേഴ്സണലാക്കി എടുക്കുക. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ പോലെ തന്നെ ഒരു പർട്ടിക്കുലർ കണ്ടസ്റ്റൻസിനല്ല അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഓരോ വീക്ക് ഓരോ കണ്ടൻറ്റാണ്, അത് ഓരോ കണ്ടസ്റ്റൻസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ വെച്ച് നോക്കുമ്പോൾ ഈ സീസണിൽ അനുമോളാണ് കുറച്ചും കൂടി ഹൈയിൽ നിൽക്കുന്നത്. അതെ. പക്ഷെ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നതിന് ശേഷം അനുമോൾ കുറച്ച് ലോ ആയി. അനുമോൾ ലോ ആണെങ്കിൽ അത് അവളുടെ സ്ട്രാറ്റജി ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ അനുമോൾ പുള്ളിക്കാരി ഇറ്റ്സ് ലൈക്ക് ഫസ്റ്റ് തൊട്ട് തന്നെ ഒരു ഗെയിം കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നല്ല ഗെയിമായിട്ടാണ് തോന്നുന്നത് അതോ ഇത് ഈ ഗെയിം കൊള്ളിയിലാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇറ്റ്സ് എ ഗെയിം ഷോ. സോ അതിപ്പോൾ അതിന് എത്തിക്സ് നോക്കിയിട്ട് കാര്യമില്ല. സോ അതിപ്പോൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എത്തിക്സ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലതല്ല, അത്രേ ഉള്ളൂ. ഓക്കെ. കഴിഞ്ഞ ആഴ്ച അനുമോൾ ഇത്രയും ഡൗൺ ആകാൻ കാരണം ജിസേൽ ആര്യൻ തമ്മിലുള്ളൊരു ഇൻസിഡന്റ് ആണ്. അത് അനുമോൾ കണ്ടു എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നു. പ്രേക്ഷക എന്ത് തോന്നുന്നു? അനുമോൾ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? 2 പേരുടെ സൈഡിലും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല ഹോസ്റ്റ്. സോ അനുമോളുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. അത് ചുമ്മാ കാണുന്ന എന്താ നമുക്കൊന്നെന്ന് വെച്ചാൽ ലൈക്ക് അവരെന്താ കൃത്യമായിട്ട് കണ്ടെന്നുള്ള കാര്യം ഇപ്പോഴും നമുക്കൊരു പ്രോപ്പർ ഇൻഫർമേഷൻ ആസ് എൻ ഓഡിയൻസ് കിട്ടിയിട്ടില്ല. സോ ഇതിനൊരു പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ അനുമോളായിട്ട് തന്നെ പറയണത് കണ്ടു, എന്താ കണ്ടതെന്നും പോലും പറയുന്നില്ല. അപ്പോൾ അതിൽ ഓപ്പോസിറ്റ് ആര്യനാണെങ്കിലും ജിസയിലാണെങ്കിലും ലൈക്ക് ഇതിപ്പോൾ കുറേയും കൂടി മലയാളി സെൻട്രിക് ഓഡിയൻസ് ആണ്. സോ അതിനനുസരിച്ചിട്ട് അവർ ആ ഒരു ഡെക്കോറം പാലിക്കണമായിരുന്നു. സോ ദേ ഡിഡ്ന്റ് ഡു ഇറ്റ്. അപ്പോൾ അതും അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. സോ അങ്ങനെ ഇപ്പം പുറത്തുനിന്ന് വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ് ഈ ഇഷ്യൂ കുറച്ചും കൂടി റേസ് ചെയ്തതെന്ന് തോന്നുന്നു. അനുമോളുടെ ഉള്ളിൽ ആ സാധനം ഉണ്ട്, പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എക്സാക്ട്ലി. മസ്താനി പോലുള്ള കണ്ടസ്റ്റന്റ്, മസ്താനി പോലെ മീൻസ് മസ്താനി കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നു, ഞാനും കണ്ടു പുറത്തുനിന്നുള്ളത് എന്ന്. അപ്പം ശരിക്കും മസ്താനിയുടെ ഒരു ധൈര്യത്തിലായിരിക്കും അനുമോൾ അങ്ങനെ ആയിരിക്കും. ഉറപ്പാ, അത് ഉറപ്പാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം പൊക്കി വരാത്തൊരു സാധനം വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ പിന്നെ ഏറെ പറയുക ചെയ്ത് അത് കൂടുതൽ ഹൈലൈറ്റ് ആവുകയെന്ന് ചെയ്യുന്നത്. സോ ഇറ്റ് കുഡ് ബി 2 വേ. ഏതർ അനുമോളിനെ ഒറ്റപ്പെടുത്താനുള്ള വീണ്ടുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കും, അല്ലെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കണ്ടന്റ് വേറെ രീതിക്ക് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിരിക്കും തോന്നുന്നത്. ബാക്കിയുള്ളതെല്ലാം മാറ്റി വെച്ചാൽ ആ വിഷ്വല് ശരിക്കും പ്രേക്ഷകർ കാണുമ്പോൾ അല്ലെങ്കിൽ കണ്ട സമയത്ത് എന്താ ഫീൽ ചെയ്തു? ചിരിക്കണം ഓണസ്റ്റ്ലി. അതന്നെ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ബാക്കിയുള്ള സീസൺസിലുള്ള ബിഗ് ബോസ് ഇപ്പോൾ തമിഴാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഇതിൻ്റെ അപ്പുറം നടക്കണമെന്ന് കേട്ടിട്ടുണ്ട്. സോ മലയാളി ഓഡിയൻസ് കമ്പാരിറ്റീവ്ലി ഈ ഒരു കാര്യത്തിൽ റിഫൈൻഡ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഇവൻ തോ ഭയങ്കര ഫോർവേഡ് ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിലാണെങ്കിലും ഇങ്ങനെ പബ്ലിക്കലി ഇത് ഓപ്പണാക്കി കാണിക്കുക. ഓബ്വിയസ്ലി കുറേ പിള്ളേർ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് സൂക്ഷിച്ചും കണ്ടും കാണിക്കുന്നു. സ്പെസിഫിക്കലി ദി ടീം they should focus on more of the other stuff. വേറെ ഒരുപാട് സ്റ്റോറീസ് അവിടെ ജനറേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കായിരുന്നു ഇൻസ്റ്റെഡ് ഓഫ് ദിസ്. ഇതൊരു ഭയങ്കര ഡീഗ്രേഡഡ് ആയിട്ടുള്ളൊരു കോണ്ടന്റ് ആയി പോയി. ഷോനെ വരെ കുറച്ചുകൂടി ഡൗൺ ആക്കുന്ന അതെ. രീതിയിൽ
വൈൽഡ് കാർഡിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളാരായിരുന്നു? വൈൽഡ് കാർഡ് ആരും നന്നായിട്ട് തോന്നിയിട്ടില്ല, അതാണ്. അവരാരും നല്ലതായിട്ട് തോന്നില്ല, അതാണ് സംഭവം. സോ ഇല്ല, അങ്ങനെ ആരുമില്ല. ഇന്നലെ വേദലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദില നൂറേനെ പറ്റിയിട്ട്, നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ. അത് കണ്ടിരുന്നോ? ആ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അതിന്റെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടായിരുന്നു. അത് കേട്ടപ്പോൾ എന്താ തോന്നി? അതിനോട് യോജിക്കുന്നോ? ഓർ അവരൊരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്നവരാണ്, ഒത്തിരി സ്ട്രഗിൾ ചെയ്ത ആൾക്കാരാണ്, ഇപ്പോഴും അതിന്റെ ഭാഗമായിട്ടാണ് ഷോയ്ക്കുള്ളിൽ ഉള്ളത്. അപ്പം വേദലക്ഷ്മി പറഞ്ഞതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ തോന്നുന്നത്? അത് ആക്ച്വലി ഇപ്പം അവരത്രയും സ്ട്രഗിൾ ചെയ്ത് ആ കാര്യത്തിൽ ഞാനും അങ്ങനെ തന്നെ പുള്ളിക്കാരി അങ്ങനെ ശരിക്കും പറയാൻ പാടില്ലായിരുന്നു. അത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സത്യം പറഞ്ഞാൽ. അവരത്രയും മേ ബി ജസ്റ്റ് അവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരിക്കും. കുറേ ഇങ്ങനെ ഒരു റൂമേഴ്സ് കേട്ടിട്ടുണ്ട്, ആ ഒരു കപ്പിൾസിനെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ബിഗ് ബോസ് രണ്ടുപേര് രണ്ട് സെപ്പറേറ്റ് കണ്ടസ്റ്റൻസ് ആക്കിയെന്ന്. സോ മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോൾ അതൊരു ഗെയിമിൻ്റെ ഭാഗമായിരിക്കും. ബട്ട് അഗെയിൻ എത്തിക്സ് വൈസ് ഇത് നോക്കുവാണെങ്കിൽ ശരിയല്ല, ഒട്ടും ശരിയല്ല. ഈ ആഴ്ച ആര് എവിക്റ്റ് ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എവിക്റ്റ് ആകണം എന്നാണ് കരുതുന്നത്? എവിക്റ്റ് ആകണമെന്ന് കരുതുവാണെങ്കിൽ സാബുമാനാണ് ശരിക്കും പോകേണ്ടത്. ബട്ട് എങ്ങനെയാവുന്നു. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ഈ നാളെ വീക്കെൻഡാണ്, അപ്പോൾ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് ശരിക്കും ചോദിക്കണം, ഇന്ന കാര്യം ചോദിച്ചാൽ ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നുന്നു? എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ? ഈ അനുമോളിൽ കൂടുതൽ ചോദിക്കുന്നതിന് ടാർഗറ്റ് കുറച്ചിട്ട് അവിടെ പലരും പല നിയമങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടി ഈ ലാലേട്ടൻ ഒന്ന് സ്ട്രെസ് ചെയ്തിട്ട് ചോദിക്കാമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇതുപോലെ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത സിറ്റുവേഷൻ, ഇങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. യെസ്, അങ്ങനത്തെ ഒരുപാട് സിനാരിയോസ് ഉണ്ട്. ഇപ്പം അത് റീകലക്ട് ചെയ്യാൻ പറ്റില്ല, ഇപ്പം അവിടെ ഇരിക്കുന്നുണ്ട്. അതാണ്. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താ ഈ പ്രാവശ്യത്തെ കളി എങ്ങനെയുണ്ട്? പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ സംബന്ധിച്ചിട്ട് പ്രാവശ്യത്തെ ബിഗ് ബോസ് പോരാ, എൻ്റെ ഒരു അഭിപ്രായം. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തിനനുസരിച്ചിട്ടുള്ളൊരു കാണാനുള്ളൊരു ഇതില്ല ഇപ്രാവശ്യം. നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല, നിലപാട് നമുക്കിപ്പോൾ ഒരാളത്രയും ഇഷ്ടപ്പെടാനുള്ളൊരു സംഭവം ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഇല്ല, അങ്ങനെ എടുത്തു പറയേണ്ട രീതിയിലുള്ള. മറ്റേത് പിന്നെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഡോക്ടർ റോബിൻ ആയാലും അഖിൽ മാരാറായാലും നമുക്ക് അല്ല അങ്ങനെ നമുക്ക് പ്രീവിയസ് ആണെങ്കിലും നമുക്ക് അങ്ങനെ പറയാൻ ആളുകളുണ്ടായിരുന്നു. പ്രാവശ്യം അങ്ങനെ ഒരു പറയുകയാണെങ്കിൽ ഇപ്പോൾ അക്ബർ, ഷാനവാസ് ഇവരൊന്നും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് തീർത്തും അങ്ങോട്ട് വല്ലാണ്ട് ലൈക്ക് ആവേണ്ട രീതിയിലുള്ളത് വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിലും ഒരു 1 month എത്തുമ്പോൾ ഒരാൾ ഒരു ഫേവറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 2 പേരായിരിക്കും, അങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിയില്ല. ഓക്കെ, ശരിക്കും ഇപ്പൊ നിലവിലുള്ളതിൽ അക്ബറും ഷാനവാസാണ് ബെസ്റ്റ് ഗെയിമേഴ്സ്. അക്ബർ കുഴപ്പമില്ല, ഷാനവാസ്, അനീഷ് ഇവരൊന്നും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ലൈവ് ആണോ കാണുന്നത്, എപ്പിസോഡ്സ് ആണോ കാണുന്നത്? എപ്പിസോഡ്സ് കാണും. അപ്പോൾ എപ്പിസോഡ് കാണുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് ലാലേട്ടൻ വരുമ്പോൾ ഇന്ന കാര്യം ചോദിച്ചിരുന്നെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നാറുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഈ ആഴ്ച ചോദിക്കണമെന്ന് വിചാരിക്കുന്ന എന്ത് കാര്യങ്ങളൊക്കെ ആയിരിക്കും? ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ 2 ദിവസത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ 2 ദിവസത്തെ കണ്ടിട്ടില്ല, അപ്പോൾ കറക്റ്റ് എന്താ പറയണ്ടേന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇതിന് മുമ്പുള്ള പ്രീവിയസ് വീക്ക്ലിയിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താണോ കരുതേണ്ടത് അതൊക്കെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ലാലേട്ടനാണ് ഈ തവണ സ്കോർ ചെയ്ത് നിൽക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ലാലേട്ടനാണ്. ലാലേട്ടൻ ബിഗ് ബോസ് ആണ് ഇപ്രാവശ്യം സ്കോർ ചെയ്ത് നിൽക്കുന്നത്. കണ്ടസ്റ്റൻസ് അത്രക്ക് പോരാ. ഏജന്റ് പണി അവർ കൊടുക്കുന്നുണ്ട്, പക്ഷെ കണ്ടസ്റ്റൻസ് എടുക്കുന്നില്ല. ഇപ്രാവശ്യത്തെ ഒരു 7ന്റെ പണി പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാൻ രസം. അതായത് കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. കോമണർ എങ്ങനെയുണ്ട്? വളരെ നമുക്കിപ്പോൾ ഞാൻ കാര്യം പറയട്ടെ, അതായത് നമ്മളൊരു ബിഗ് ബോസ് കാണുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഈ ബിഗ് ബോസ് അതേമാതിരി ലാലേട്ടനെ ഇവരിലുപരി നമുക്ക് വേറൊരു കണ്ടസ്റ്റൻസിന് നമുക്ക് അതൊക്കെ ഒരു ഇഷ്ടപ്പെടാനുള്ളൊരു ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമുക്കിപ്പോൾ ഈ അക്ബർ, ഷാനവാസ് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ അത്ര, അല്ലെങ്കിൽ അതിനും മേലൊരു സംഭവം നമുക്ക്. പക്ഷെ അക്ബറിനെ ആണെങ്കിലും ഷാനവാസിനെ ആണെങ്കിലും ബാഡ് വേർഡ്സ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പലതവണ വാൺ ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി അത് ഒരു വട്ടം വാൺ ചെയ്തു, പിന്നെ അതിനുശേഷം അക്ബർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ല, പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെയും ഷാനവാസ് ഒരു കുട്ടിയുടെ അച്ഛനെ വിളിച്ചു. അത് ഞാൻ ഇന്നലത്തെ മിന്നാമത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ല. എങ്കിലും അതിന് മുന്നത്തെ ആണെങ്കിലും അച്ഛനെ വിളിക്കാന്നുള്ളത് അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ വിളിക്കാന്നുള്ളത് അത്ര നല്ല ഹാബിറ്റായിട്ട് തോന്നുന്നില്ല. ഇല്ല, അത് തോന്നുന്നില്ല. പിന്നെ അവരുടെ കണ്ടസ്റ്റൻസിന്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും മറ്റുള്ളവരുടെ പെരുമാറും. എന്നാലും വീട്ടിൽ വിളിക്കുന്നത് തെറ്റ് തന്നെയാണ്. അത് അക്ബർ ഒരു വട്ടം വിളിച്ച് വാണിംഗ് കൊടുത്ത് പിന്നെ അക്ബർ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്.
അത്രയ്ക്ക് റൂഡായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങളില്ല. ഗെയിമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അക്ബർ എടുത്തിട്ടുള്ളൂ. ഓക്കെ. അനുമോളുടെ ഗെയിം എങ്ങനെയുണ്ട്? അനുമോളുടെ 5 പൈസക്ക് ഇല്ല എൻ്റെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ. കാരണം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻസ് അനുമോളാണ്. വെറുതെ ഒരു കുടുംബ പ്രേക്ഷകരുടെ ഒരു കാർഡ് എടുത്ത് കളിക്കുന്ന രീതിയിലുള്ള ഒരു തരം മറ്റുള്ളവരുടെ ലൈഫിലോട്ട് എത്തി നോക്കുക, ഇങ്ങനത്തെ കുറേ പരിപാടികൾ. ഒരു കുലസ്ത്രീ രീതിയിലുള്ള ഒരു തരം പരിപാടിയാണ് അത്. ഒട്ടും ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, ഒട്ടും യോജില്ലാത്ത കളിയാണ് അനുമോള് കളിക്കുന്നത്. അതായത് ബിഗ് ബോസിന് ഒരിക്കലും അങ്ങനത്തെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ അങ്ങനത്തെ ഒരു കളി ശരിക്കും കളിക്കാൻ പാടില്ല. ആ ഒരു രീതിയിലുള്ള കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോള് ജിസേലിനെയും ആര്യനെ പറ്റിയിട്ട് ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ക്വസ്റ്റ്യൻ ചെയ്തു ഒക്കെ ചെയ്തു. പക്ഷെ എങ്കിലും ചില പ്രേക്ഷകരോട് അഭിപ്രായങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ കണ്ട വിഷ്വൽസിൽ അങ്ങനെ സംഭവിച്ചോ എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ബിഗ് ബോസ് കാണുന്ന ആളാണ്, നിങ്ങൾ അങ്ങനെ ഒരു സംഭവം കണ്ടോ? എന്തോ സംതിങ് ആണ് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടോ? അല്ല, നമ്മള് കാണുന്ന പോലെ അത്ര അവര് കാണുന്നില്ല. അനുമോള് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മള് കണ്ടിട്ടുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പുതപ്പിനുള്ളിൽ പല പരിപാടിയും ചെയ്യാം. പുതപ്പിനുള്ളിൽ ചിലപ്പോൾ സംസാരിക്കാം, ചെവിയിൽ സംസാരിക്കാം, ചിലപ്പോൾ തല്ലുകൂടാം, പല പരിപാടിയും ചെയ്യാം. ഇത് കണ്ടില്ലേ എന്നുള്ളത് ബിഗ് ബോസ് നോക്കുള്ളൂ. അതാണ് ഞാൻ അവിടെ നോക്കിയിട്ടുള്ളൂ. അതായത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പിസോഡ്സ് കാണുന്ന ആളാണ്. പുതപ്പ് ഇങ്ങനെ പുറത്ത് മാറ്റി അവർ സംസാരിച്ചു എന്നുള്ളത്, പുതപ്പിന്റെ ഉള്ളിൽ എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ പുതപ്പിന്റെ ഉള്ളിൽ എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ അറിയാത്തൊരു കാര്യത്തിനെ പറ്റി കണ്ടു എന്ന് ഉറപ്പ് പറയുന്നത് വേറൊരു കാര്യം. കണ്ടു എന്ന് ഉറപ്പ് പറഞ്ഞത് തെറ്റ്. ഓക്കെ, അത് മനസ്സിലാക്കുന്നു. പക്ഷേ ജിസേൽ എണീറ്റ് വന്നപ്പോൾ കാണിച്ചൊരു ആക്ഷൻ ആളുകളിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. അത് ആളുകളുടെ കണ്ണുപോലെ ഇരിക്കും, കാണുന്ന രീതിയിൽ പോലെ ഇരിക്കും. ഇപ്പം നമ്മൾ ആര് കിടക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ടീഷർട്ട് അത്യാവശ്യം കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ എണീക്കുമ്പോൾ ചിലപ്പോൾ ടീഷർട്ട് താത്തിയിരിക്കും. അതിൽ എൻ്റെ കൂടെ ഉള്ളവൻ എൻ്റെ ടീഷർട്ട് പൊക്കി എന്നുള്ളതല്ല അർത്ഥം. അത്രേ ഉള്ളൂ ഞാൻ അവിടെ കണ്ടിട്ട്, അത്രേ ഉള്ളൂ ഞാൻ കരുതിയിട്ട്. അങ്ങനെ അതായത് നമ്മൾ ഇപ്പം നേരത്തെ നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവർ കിസ് ചെയ്തു, അല്ലെങ്കിൽ ഈ അനുമോള് പറയുന്ന രീതിയിലുള്ള ആക്ട് ചെയ്തു എന്നൊക്കെ പറയാം. ഇത് കാണാത്തത് ആണ് ലാലേട്ടൻ അവിടെ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പൊ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ആ വിഷ്വൽ പുറത്ത് വന്ന സമയത്ത് ഈ അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. അതെന്ത് സിറ്റുവേഷനിലും 2 അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാനതൊരിക്കലും അനുമോൾക്ക് എതിരെ നിൽക്കത്തുള്ളൂ. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ടതാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ അവിടെ അവരല്ല, വേറെ അവിടെ ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട്. അപ്പോൾ അത് കരുതി അനുമോളും ഈ പറഞ്ഞ ശൈത്യം പോപ്പിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ട്, അവരത് ചെയ്തു എന്നുള്ളതല്ലല്ലോ അർത്ഥം. ചിലപ്പോൾ അനുമോളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുള്ളിൽ നിന്ന് കാണിച്ചതാവാം, പലതും ആവാം. ഇനി അവരങ്ങനെ അവരുടെ സൈഡിൽ നിന്ന് അവർ ചെയ്തിട്ടില്ല എന്നുള്ള ആൻസർ ആരും പറയുന്നു. അല്ല, അത് ജിസൈലിനെ സംബന്ധിച്ച് ജിസൈൽ ഓൾറെഡി അത്രയ്ക്ക് ടോക്കറ്റീവ് ആയിട്ടുള്ള ഈ മലയാള വേർഷനിൽ അവർക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. പക്ഷെ ജിസൈൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് സത്യം എന്താണെന്നുള്ളത് അറിയാം, അത്രേ ഉള്ളൂ. അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ അങ്ങനെ കിസ് ചെയ്തു എന്ന് തന്നെ ഇരിക്കും. ഈ അനുമോളിൽ എന്താ പ്രശ്നം? അവരത് അക്സെപ്റ്റ് ചെയ്യാത്തോടത്തോളം കാലം അത് ചെയ്തിട്ടില്ല എന്നായിരിക്കും, കാരണം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അതിനകത്ത് മാറ്റർ എന്തെന്ന് വെച്ചാൽ ഇത് കാണുന്നത് മലയാളം ഓഡിയൻസ് ആണ്. മലയാളികൾ എത്ര പുരോഗമനവാദികളാണെങ്കിൽ പോലും ചില സമയങ്ങൾ അവര് ഇതാ ഇങ്ങനെ സംഭവിച്ചോ, അല്ലെങ്കിൽ പബ്ലിക്കലി ഇപ്പം ഒരു പെണ്ണും ചെക്കനും ഒരുമിച്ചിരിക്കുന്നതോ കൈ പിടിക്കുന്നതോ ഒക്കെ കാണുമ്പോൾ കുരുപൊട്ടുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഓഡിയൻസ് ഉണ്ട്. അങ്ങനെ കുരുപൊട്ടുന്ന ഒരു ഐറ്റമാണ് അനുമോള്. അങ്ങനെ കുരുപൊട്ടി അനുമോൾക്ക് എന്നുള്ളതാണ്. അങ്ങനെ കുരുപൊട്ടാത്ത ഐറ്റമാണ് ഞാനെന്നുള്ള വ്യക്തി. ഇതുപോലത്തെ ആളുകൾ ഉണ്ടാവും, എനിക്ക് പൊട്ടിയില്ല, അത്രേ ഉള്ളൂ. അവിടെ കലാശ്, വേറെ പരിപാടി ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട് ജിസേലിന്റെ ഗെയിം? എങ്ങനെയുണ്ട് ജിസേലിന്റെ ഗെയിം? കൊള്ളാം, കുഴപ്പമില്ല. എന്നാലും ഒന്നുകൂടിയും ആക്റ്റീവ് ആവാനുണ്ട് കുറച്ചൊക്കെ. ഓക്കെ, ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ജിസേലിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഷോയിലൂടെ ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന. പക്ഷെ ആള് ഹിന്ദി ബിഗ് ബോസിലൊക്കെ മത്സരിച്ചിട്ടുള്ള ആള് തന്നെയാണ്. ഹിന്ദി ബിഗ് ബോസിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്. ഹിന്ദി റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തിട്ടുണ്ട്. ആലപ്പുഴക്കാരെയാണെങ്കിലും ഹിന്ദി ആണ് ബേസ് എന്നുള്ളതാണ്. അപ്പൊ ആളുകൾ ചോദിക്കുന്നത് ബിഗ് ബോസ് എല്ലാ ഭാഷകളിലും ബിഗ് ബോസ് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം അവിടെ മത്സരിച്ച ഒരു വ്യക്തിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിന് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? എന്തിന്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഹിന്ദി ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാര്യം എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനത് ചിന്തിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, അപ്പം മലയാളം ഷോ എന്ന് പറയുമ്പോൾ മലയാളികൾ പ്രതീക്ഷിക്കുന്നത് നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ്. പക്ഷെ ആള് വന്ന സമയത്ത് മലയാളം അറിയാത്ത മലയാളം ഷോ ഈ മലയാളം ഷോ എന്ന് പ്രതികരിക്കുന്നത് എന്നാലും ആലപ്പുഴക്കാരിയാണല്ലോ. അറിയുന്നതിൽ വെച്ചിട്ട് മലയാളം ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇതേപോലെ നമ്മുടെ നാട്ടിൽ
ഈ ആലപ്പുഴ അതേപോലെ തൃശ്ശൂർ ഇവിടെ ഉള്ളവരൊക്കെ മലയാളം കുറച്ച് സംസാരിക്കുന്ന പിള്ളേരുണ്ടാവും, വളരെ കുറഞ്ഞറിയുന്ന പിള്ളേരുണ്ടാവും. ഈ കാനഡ UK ഇവിടെയൊക്കെ പോയിട്ട് വളരെ കുറഞ്ഞ രീതിയിൽ മലയാളം സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു പ്രചോദനമായിരിക്കും ഈ ജിസൈൽ എന്നുള്ളതാണ് ബിഗ് ബോസ് ഷോ കാണിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെയാണ് ഈ ഒരു നമ്മുടെ നാട്ടിലൊരു വലിയ ഷോ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ലെസ്ബിയൻ കപ്പിൾസ് അത് ആളുകളിലേക്ക് എത്തിക്കുക, അങ്ങനെ കുറേ ആൾക്കാർക്ക് പുരോഗമനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റുള്ളവർക്കും കൂടെ ഒരു പ്രചോദനമായിരിക്കും. അതായത് ഈ മലയാളം അത്രയ്ക്ക് സംസാരിക്കാത്ത ജിസൈലിനെ പോലത്തുള്ള ആളുകൾക്ക് അങ്ങനത്തെ ഒരു പ്രചോദനം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതായിരിക്കും ബിഗ് ബോസ് ചിന്തിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ നമ്മൾ പോസിറ്റീവ് വേയിൽ ചിന്തിക്കാം. വൈൽഡ് കാർഡ്സ് എങ്ങനെയുണ്ട്? ആരാണ് ഫേവറേറ്റ് വൈൽഡ് കാർഡ്സ്? ഒന്നും എനിക്കിഷ്ടമായില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഒട്ടും പോരാ. കാരണം അവർ പുറത്തുനിന്ന് കളി കണ്ടു വന്നിട്ട് പിന്നെ ഉള്ളിന്ന് ഒരുതരം ചീപ്പ് കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആരും ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞു. മസ്താനിന് ഒട്ടും ഇഷ്ടമല്ല. അല്ല ഞാൻ പറയാ, അല്ല പറഞ്ഞോളൂ. മസ്താനിയുടെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഇന്നലെ ആണെങ്കിലും ഒനിയലിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അത് ഒനിയൽ ബാഡ് ടച്ച് ചെയ്തു എന്നുള്ളത് ഒരു സംശയം പോലെ പുള്ളിക്കാർ പറഞ്ഞു. പക്ഷെ വിഷ്വൽസിൽ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ പോലെ ജിസൈൽ വിഷയത്തിൽ അരുൺ വിഷയത്തിൽ നമ്മൾ കണ്ട പോലെ വിഷ്വൽസിൽ നമ്മൾ കാണുന്നത് ആള് തെന്നി വീഴാൻ പോയപ്പോൾ ജസ്റ്റ് പിടിച്ചു എന്നുള്ളത് മാത്രമാണ്. അതിന് അദ്ദേഹം അപ്പം തന്നെ സോറി പറഞ്ഞു. പക്ഷെ മസ്താന് പറയുന്നു അത് ബാഡ് ടച്ച് ആണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം വിഷ്വൽ കണ്ട അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല. അതായത് ഇന്നലത്തെ എപ്പിസോഡ് റീൽസിൽ കണ്ടു. അതിൽ കണ്ട ഷോട്ട് വെച്ച് നോക്കുമ്പോൾ അതെനിക്കൊരു ബാഡ് ടച്ച് ആയിട്ട് ഫീൽ ചെയ്തില്ല. കാരണം വീഴാൻ പോയപ്പോൾ ഒനിയിൽ പെട്ടെന്ന് ബാക്കിൽ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതൊരു ബാഡ് ടച്ച് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മസ്താനെ ഇനി റിയാക്ട് ചെയ്യേണ്ടായിരുന്നു. അത് റിയാക്ഷൻ വന്നില്ല. പിന്നെ അതൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ റിയാക്ട് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ മണിക്കൂർ അപ്പം ചിരിച്ചു നിൽക്കുന്ന ആള് പിന്നെ പെട്ടെന്ന് അത് ആലോചിച്ച് ലക്ഷ്മി എന്തോ പറഞ്ഞിട്ടാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഫീൽ ചെയ്ത് അപ്പം തന്നെ നമ്മൾ റിയാക്ട് ചെയ്യും. ഇപ്പം നിങ്ങളൊരു ബാഡ് ടച്ച് നമ്മൾ ആരെങ്കിലും ചെയ്യാൻ നമുക്ക് അപ്പം തന്നെ ഫീൽ ചെയ്യും. മനസ്സിലായി? അപ്പം തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഫീൽ ചെയ്ത് അപ്പം റിയാക്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് ആലോചിച്ച് പിന്നെ ഒരു ഗെയിമിന് വേണ്ടി റിയാക്ട് ചെയ്ത പോലെ തോന്നി. അതിന് മുമ്പ് മസ്താന് വേറൊരു കാര്യം പറഞ്ഞു. ശരത്ത് ഔട്ട് ആവുന്നതിന് മുൻപത്തെ രാത്രിയിൽ ശരത്ത് എന്നെ അടിക്കണം, അടിച്ചിട്ട് ശരത്ത് പുറത്ത് പോകണം എന്നുള്ളത്. അപ്പോൾ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് മസ്താനയുടെ മനസ്സിലുണ്ട് എന്ന് തോന്നി. അത് മസ്താനയുടെ ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ ശരത്ത് അപ്പാനീനെ ഓൾറെഡി മസ്താനിക്ക് അവിടുത്തെ ഒരു കണ്ടസ്റ്റൻസിന് ഇഷ്ടമല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ശരത്തിനെ ഔട്ട് ചെയ്യുക എന്നുള്ളൊരു ഇത് വെച്ചിട്ട് മാക്സിമം ശരത്തിനെ ട്രിഗർ ചെയ്യുക. അപ്പോൾ ശരത്ത് മസ്താനിനെ തല്ലും. മേ ബി ബിഗ് ബോസിന്റെ ഷോ ഔട്ടായി പോകണം എന്നുള്ളൊരു ഒരു തല്ലുക, എനിക്ക് തല്ല് കൊണ്ടാലും വേണ്ടില്ല ശരത്ത് പോകണം എന്നുള്ളത് അതൊരു നല്ല ഗെയിമായിട്ട് തോന്നുന്നുണ്ടോ? അത് ഗെയിമിൻ്റെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇൻ കേസ് അത് നല്ലൊരു ഗെയിമായിട്ട് തോന്നുന്നുണ്ട്. അതായത് പേഴ്സണലി അവരുടെ സ്വഭാവം കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്വഭാവമല്ല. ഇതൊരു ഗെയിം ഷോ ആണല്ലോ. അപ്പോൾ അവർ സിജോ റോക്കി വിഷയത്തില് ഇപ്പം അടിച്ച് പ്രശ്നമായി, താടിയല് അവിടെ തോറ്റത് റോക്കി തന്നെയാണ്. അപ്പൊ കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് പുതിയ ഷോ വരുമ്പോൾ ഒരാളെ അടിച്ചിക്കുക അല്ലെങ്കിൽ അയാളെ ഞാൻ പ്രൊവോക്ക് ചെയ്ത് എന്നെ അടിപ്പിക്കുമെന്ന് പറയുന്നതില് അത് പ്രൊവോക്ക് ചെയ്യുമ്പോൾ അടിക്കാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വിജയം. പ്രൊവോക്ക് ചെയ്യേണ്ടവർ ചെയ്തുകൊണ്ടിരിക്കും. തല്ലണ്ട എന്നുള്ളത് ആ ഗെയിമിൽ വരുമ്പോൾ മുമ്പേ പഠിച്ചു വരേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ ആഴ്ച ലാലേട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കണമെന്നാണ് തോന്നുന്നത്? എന്തൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താണോ കരുതുന്നത് അതൊക്കെ ലാലേട്ടൻ ഓൾറെഡി ചോദിച്ചു. എങ്കിലും ഈ ആഴ്ച നാളെ ഇപ്പം രാവിലെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒനിയൽ വിഷയം ചോദിക്കണം എന്നായിരിക്കും മേ ബി. കാരണം ഞാൻ ഈ 2 എപ്പിസോഡ് കഴിഞ്ഞിട്ടില്ല. അതുവരെയുള്ള എപ്പിസോഡ്സിലൊന്നും എനിക്ക് അതായത് ലാലേട്ടൻ ചോദിക്കണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം അനിമോൾ ജിസൈലിന്റെ സംഭവമാണ്. അപ്പൊ തന്നെ ചോദിച്ചു. പിന്നെ ഈ വീക്കിലി ഒന്നും ചോദിക്കണമെന്നില്ല. പക്ഷേ ഈ ഒനിയലിന്റെ ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല. വിഷ്വൽസ് കണ്ടതുകൊണ്ട് പറയാം. അത് ലാലേട്ടൻ എന്തായാലും ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഹായ്, എന്താ പേര്? കീർത്തന. ഓക്കെ, എത്ര നാളായിട്ട് ബിഗ് ബോസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ഫസ്റ്റ് അല്ല, മറ്റേ 3rd സീസൺ തൊട്ട് കാണുന്നുണ്ട്. കണ്ടിന്യൂസ്ലി ആണ്. ഇഷ്ടമാണ്. ഓക്കെ, ഈ തവണത്തെ ഗെയിമൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. 6 ഗെയിം ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആരുടെയെന്ന് വെച്ചാൽ അനീഷിനെ ഇഷ്ടമാണ്. ഓക്കെ, അനീഷിനെ പറ്റി പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഏത് വശമാണ് ഏറ്റവും ഇഷ്ടം? അനീഷിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. മീൻസ് അനീഷ് പല ആൾക്കാരും പറയും ഭയങ്കര റിപ്പീറ്റ്ലി ഭയങ്കരമായിട്ട് പറയുന്നത് അരോചകമായിട്ട് തോന്നാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. പുള്ളി ഭയങ്കര മൈൻഡ് ഗെയിമറാണ്. അനീഷ് കഴിഞ്ഞാൽ ആരായിരിക്കും കൂടുതൽ ഇഷ്ടമാണ് മനസ്സിലാക്കി? അനീഷ് കഴിഞ്ഞാൽ ആദില നൂറ. ഓക്കെ, ആദില നൂറയെ പറ്റി കഴിഞ്ഞ ദിവസം ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനോട് എന്താ അഭിപ്രായമുള്ളത്? ഇങ്ങനെ ചോദിച്ചാൽ എന്താ യോജിക്കുന്നില്ല.
അതിനോട് യോജിക്കുന്നില്ല. അത്രേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അവർ പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാരെ സമൂഹം അംഗീകരിക്കുന്നില്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നൊക്കെയാണ് പറഞ്ഞത്. അതൊരു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. ഈ ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ ഈ വിഷയം റേസ് ചെയ്ത് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും ചോദിക്കണം. ഓക്കെ, അനുമോളുടെ ഗെയിം എങ്ങനെയുണ്ട്? പുള്ളിക്കാരി ചെയ്യുന്നതിന് കരച്ചിന് മാത്രമേ ഉള്ളൂ. കളിക്കാനായിട്ട് മോഡ് മാറ്റി പിടിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടില്ല. എന്തായാലും പുള്ളിക്കാരത്തി ഏതോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പൊക്കി പിടിച്ച് വന്നായിരുന്നല്ലോ. പക്ഷെ ലാലേട്ടിന്റെ മുമ്പിൽ അങ്ങനെ ഉറച്ചു തന്നെ നിന്നു. ആ വിഷ്വൽ കണ്ടിരുന്നോ? കണ്ടു. ശരിക്കും എന്താ ഫീൽ ചെയ്തത്? പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്തെന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയില്ല. ഇപ്പൊ എന്താ അതിനകത്ത് ആ ഒരു പുതപ്പ് അനങ്ങുന്നത് മാത്രമല്ലേ ഉള്ളൂ. സത്യാവസ്ഥ നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ അനുമോൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറയട്ടെ, അനുമോൾ അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന വ്യക്തിയും നമ്മൾ പുറത്ത് നിന്ന് ഗെയിം കാണുന്ന വ്യക്തികളാണ്. ഒരു പക്ഷെ നേരിട്ട് കാണുന്നതും വിഷ്വൽ കാണുന്നതും രണ്ടാണെങ്കിൽ ഒരു പക്ഷെ അനുമോൾ പറഞ്ഞത് ശരിയായിട്ട് വരാൻ സാധ്യതയില്ലേ? ശരിയായിട്ട് വന്നാലും ഇപ്പൊ ജിസേലതിനകത്ത് പറയുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവനും സിംഗിള് ഞാനും സിംഗിള്. പുള്ളിക്കാരത് കറക്റ്റായിട്ട് ഡീൽ ചെയ്ത് പോയല്ലോ. പക്ഷെ നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ അനുമോള് ഒക്കെ പിടിച്ച് തന്നെ എല്ലാരും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒരു കുലസ്ത്രീ പോലെ ആ സമയത്ത് തോന്നിയായിരുന്നു. ആദ്യം ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ ഗിസേല അതിനെ ഇത്തിരി മെച്യൂരിറ്റിയോടെ നോക്കി കണ്ടപ്പോൾ ആര്യൻ ജിസേൽ ഗെയിം എങ്ങനെയുണ്ട്? ആദ്യം അടിപൊളിയായിരുന്നു. പിന്നെ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഈ പറഞ്ഞ ആള് തന്നെയാണ് അവരെ മാറ്റി പറയുന്നതും കൂടെ ആലോചിക്കണം. അല്ല, അനുമോളിലെ ജിസേലും ആര്യനെയും സപ്പോർട്ട് ചെയ്തിട്ട് പക്ഷെ അവരുടെ ഗെയിം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അല്ലേ? രണ്ടുപേരും ഒരുമിച്ച് എപ്പോഴും ഒറ്റക്കൊറ്റക്കായി നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന പോലെ സെപ്പറേറ്റ് ചെയ്യപ്പെടണം. ആദിലയും നൂറയും ഒരുമിച്ച് കളിക്കുന്നതാണോ സെപ്പറേറ്റ് ചെയ്ത് കളിക്കുന്നതാണോ ഇഷ്ടം? സെപ്പറേറ്റ് ചെയ്ത് കളിക്കുന്നതാണ് ഇഷ്ടം. ആദ്യം ഒരു ഒരുമിച്ചായിരുന്നല്ലോ. അത് ഇപ്പൊ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. സെപ്പറേറ്റ് ഗെയിം കളിക്കുന്നത്. ഈ വേദലക്ഷ്മി മസ്താനി ആയിട്ടുള്ള ഒരു സംഭവം ഇന്നലത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു, അറിഞ്ഞിരുന്നു? എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. നീലുമായി ബന്ധപ്പെട്ട കാര്യം കണ്ടിട്ടില്ല. വൈൽഡ് കാർഡിൽ ആരെയാണ് ഏറ്റവും ഇഷ്ടം? വയൽക്കാടിലേക്ക് ഒരാൾ ഇഷ്ടമില്ല. ആരും ഇഷ്ടമില്ല. മസ്താനിയുടെ ഗെയിം എങ്ങനെയുണ്ട്? മസ്താനി എനിക്ക് മസ്താനി എന്താന്ന് അറിയാൻ പാടില്ല. വന്നപ്പോ കുഴപ്പമുണ്ടായില്ല. പിന്നെ മറ്റേ രേണുവിനെ ഓരോന്ന് ടാർഗറ്റ് അങ്ങനെ സംസാരിക്ക. പിന്നെ ശരത്ത് ഇറങ്ങിപ്പോയപ്പോ അപ്പൊ അതൊക്കെ വെച്ച് നോക്കിയപ്പോ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടായില്ല. എന്താ പേര്? ഓക്കെ, ബിഗ് ബോസ് എങ്ങനെയുണ്ട്? നല്ല ഷോയാണ്. ഈ തവണത്തെ ഷോയിനെ പറ്റി എന്താ അഭിപ്രായം ഉള്ളത്? ഞാൻ ശരിക്കും ഈ പ്രാവശ്യം തൊട്ടാണ് ലൈവ് കാണാൻ തുടങ്ങിയത്. 24 hours കാണാൻ തുടങ്ങിയത്. ലൈവ് കാണാറുണ്ട്. ഓക്കെ, ആരെയാണ് ബെസ്റ്റ് ഗെയിം അല്ലെങ്കിൽ ഗെയിം കൊള്ളാം എന്ന് തോന്നി തുടങ്ങിയത് ആരെയാണ്? അത് ഷാനവാസിന്റെ നല്ലതാണ്, പിന്നെ അനീഷിന്റെ നല്ലതാണ്. ഷാനവാസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നെഗറ്റീവ് സൈഡും കൂടെ ഉണ്ട്. ഇപ്പോൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുള്ള ഒരു സാധനം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്, വീട്ടിലുള്ളവരെ സംസാരിക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പം ശരിക്കും അത് അങ്ങനെ പറയേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടോ ആ ഷോയ്ക്കുള്ളിൽ? അല്ല, ഇപ്പോൾ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ എല്ലാവരും പറയാനുണ്ട്. ഒരാൾ മാത്രമല്ല, എല്ലാവരും യൂസ് ചെയ്യാനുണ്ട്. അവനെ മാത്രം പറയാൻ പറ്റൂല. ശരി, ഇപ്പം ആര്യൻ ജിസേൽ ഒരു വിഷയം അനുമോള് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ലാലേട്ടൻ അതിൻ്റെതായ രീതിയിൽ ഡീൽ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന നിലയിൽ ആ പ്രശ്നത്തിനെ എങ്ങനെ കാണുന്നത്? അല്ല, അത് എൻ്റെ അനുമോളെ ഭാഗത്തന്നെ തെറ്റ്. അതങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നത് ശരിക്കും. അവര് കിസേരിക്കും അത് അവരുടെ ഇതാണ്. അതങ്ങനെ വെറുതെ പൊക്കി പറഞ്ഞ് വെറുതെ ഇതാക്കേണ്ട ആവശ്യം ഉണ്ടായില്ല അവൾക്ക്. ഒരു പക്ഷെ അനുമോളൊരു ഈ ഫെമിനിസം അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറയാൻ പറ്റില്ല, ഒരു കുലസ്ത്രീ അങ്ങനെ പോലത്തെ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഓഡിയൻസിന് വേണ്ടിയിട്ട് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ശരിക്കും അവരങ്ങനെ ഒരു മെറ്റീരിയലായിട്ട് മാറിയിട്ടുണ്ടെന്ന് തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും അനുമോളുടെ ഇതിൽ കുറച്ച് ചില നേരത്തെ ഓവറാണെന്ന് തോന്നുന്നു ഇങ്ങനെ കാണിക്കണേക്ക. വൈൽഡ് കാർഡിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആരുടെ ഗെയിമാണ് നല്ലതെന്ന് തോന്നുന്നു? അതാരെയും നന്നായിട്ട് തോന്നിയിട്ടില്ല. ഇല്ല. മസ്താനി എങ്ങനെയുണ്ട്? ഇല്ല, ഇഷ്ടമായില്ല. ഓക്കെ, മീൻസ് ശരിക്കും ചില കാര്യങ്ങൾ യോജിക്കാത്തത് ഉണ്ടായിരിക്കാം മസ്താനിയുടെ. അതിൽ ഏറ്റവും യോജിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും മസ്താനിയുമായിട്ട് സംസാരിക്കാൻ? എനിക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ ഒനീലുമായിട്ടുള്ള വിഷയമാണോ? ഒന്നിലിപ്പോൾ അവർക്ക് ഇപ്പോൾ ആൾക്കാരും പെട്ടെന്ന് ടച്ച് ചെയ്യുമ്പോൾ ആൾക്കാർ അങ്ങനെ തോന്നുന്നത് അവളെ കുറ്റം വേണ്ട കാര്യമല്ല. അത് ഇന്നലത്തെ എപ്പിസോഡിൽ എന്തോ ആര്യനെ ഇവനെ എന്തോ വിളിക്കുമല്ലോ, അനീഷിനെ വിളിക്കുന്ന സമയത്ത് മൊണ്ണാന്ന് വിളിക്കുന്ന സമയത്ത്
അനീഷ് ഇങ്ങനെ പറയും, വീട്ടിൽ പോയി വിളിക്കാൻ പറയും. അപ്പോൾ തിരിച്ച് ഇവനെന്താ അച്ഛനെ തിരിച്ചു പറയും. അപ്പോൾ മസ്താനെയാണ് ചിരിക്കുന്നത് കേട്ടിട്ട്. ബാക്കിയാണ് ചിരിക്കുക. പക്ഷേ ഇവള് വെറുതെ ചിരിച്ചോണ്ടിരിക്കും. ഇത് കേട്ടിട്ട് ചിരിച്ചോണ്ടിരിക്കണം. അച്ഛനെ വിളിച്ച് കേട്ടിട്ട് വിളിച്ച് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, മസ്താനി ഒരു ചിരി, പൊതുവെ ഒരു ചിരി എന്നുള്ളതാണ്. അവിടെ ആളുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ആൾ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അതിനെ ഒരു നെഗറ്റീവ് സൈഡിൽ കാണാൻ പറ്റും. അല്ല, പിന്നെ അതല്ലാണ്ട് മറ്റേ ആര്യനെ തള്ളിയിടല. ആര്യം പറയും, തള്ളാൻ പറയും. അപ്പം തള്ളും. ശരിക്കും അതൊരു ഫിസിക്കൽ അസൾട്ട് തന്നെയാണ് തള്ളിയിടുന്നതൊക്കെ. നേരെ കൊണ്ട് മെത്തി വീണത്. ഓക്കെ, ഈ തവണ കുറേ ഫിസിക്കൽ അസൾട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം ഡോക്ടർ റോബിനും റിയാസും തമ്മിലുള്ള ഇഷ്യൂവിന് ചെറിയൊരു തള്ളൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ തവണ അതിലേക്കും മേലെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ എവിക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിടണം എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ പെട്ടെന്നുള്ള ഇതിൽ ചെയ്തു പോകണമായിരിക്കും. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പുറത്താക്കണം അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഇത്തവണ ഈ ഒട്ടും ഫിറ്റല്ല, ഇന്ന ആളെ പുറത്താക്കിയ ഷോ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകും എന്ന് തോന്നിയിട്ടുള്ള ആരായിരിക്കും? ഇനിയില്ല, ഞാൻ തോന്നിയ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. എവിഷനൊക്കെ ഫെയർ ആയിട്ടാണോ തോന്നിയത്? ശരിക്കും അപ്പാനി ശരത്തിന്റെ എവിഷൻ അൺഫെയർ എന്നുള്ളൊരു ചർച്ച വരുന്നുണ്ട്. അങ്ങനെ തോന്നിയോ? എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, അപ്പാനി ശരത്തിനൊക്കെ മോശം ഗെയിം കളിക്കുന്ന ആൾക്കാരുള്ളതാണ്. അതുണ്ട്, അത് ഇനിയും പോകാനൊക്കെ ഉണ്ട്. പക്ഷേ പോയവരൊക്കെ കറക്റ്റ് ആയിരുന്നു. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഓക്കെ, എന്റെ പേര് നോയൽ. ഓക്കെ, എന്ത് ചെയ്യുന്നു? എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ്? ഞാൻ കുറച്ച് എപ്പിസോഡേ കണ്ടുള്ളൂ. കണ്ടതിനും വെച്ചിട്ട് എങ്ങനെയുണ്ട്? എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. എന്താ ഇൻട്രസ്റ്റിംഗ് ആകാത്തത്? എന്താണ് അങ്ങനെ തോന്നാത്തതിന്റെ കാരണം? അത് ഫുൾ ടൈം അടി ഇതൊക്കെ കൊണ്ട് എനിക്കത്ര പണ്ടത്തെ അഖിൽമാരൊക്കെ ഉള്ള ആ ഒരു ടൈമിലെ പോലെ എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഇത് ഒരു ഫുഡിനടി എല്ലാത്തിനും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണതാണ് ഗെയിം എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പം അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ പോയിക്കൊണ്ടെന്ന് വെച്ചാൽ അതിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇച്ചിരി അനീഷിനാണ് കുറച്ച് ഇഷ്ടം. അതെ അതെ അതെ. എന്താണ് അനീഷിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? സാധാരണ കോമൺ മത്സരാർത്ഥികളെ ഉൾക്കൊള്ളാൻ കുറച്ച് പാടാണ് ആളുകൾക്ക്. പക്ഷേ പുള്ളിക്കാരനൊരു ഗ്രൂപ്പിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിലും കണ്ടിട്ടില്ല. ഇതോടെ ഭയങ്കര ഗ്രൂപ്പ്സ് ആണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, 2 ടീം ഉണ്ട് അവിടെ എന്തായാലും. പക്ഷേ ഈ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം അങ്ങനെ ഇല്ല, അത് ബ്രേക്ക് ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഇപ്പൊ അവരൊരു ടീമായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. വൈൽഡ് കാർഡിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് ആരും ഇഷ്ടമല്ല. വൈൽഡ് കാർഡ് പോരാന്നുള്ളതാണോ? അതെ അതെ അതെ. കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികൾ വരണം എന്നുള്ളതാണോ? അതെ അതെ. ഇനി വൈൽഡ് കാർഡ്സിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇനി അറിയില്ല. അല്ല, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവര് പോരാത്ത സ്ഥിതിക്ക് ഒരു വരുമായിരിക്കും. വൈൽഡ് കാർഡിൽ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്നു എന്ന് തോന്നിയത് ആരെയാണ്? വൈൽഡ് കാർഡ് എനിക്കതിലാരെയും തോന്നിയില്ല. അവര് എല്ലാവർക്കും ഉള്ള കുറവുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് അവര് ഗെയിം കളിക്കാൻ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. എങ്ങനെയുണ്ട് മസ്താനിയുടെ ഗെയിം? നല്ല ബോറായിട്ടുണ്ട്. ഓക്കെ, ഈ അനുമോളുടെ ഗെയിമിനെ പറ്റി കുറെ ചർച്ചകളുണ്ട്. അനുമോൾ ഫുൾ ടൈം കരച്ചിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഉണ്ട്. കാരണം ആ കരഞ്ഞ ടൈമില് സ്ക്രീൻ സ്പേസ് കിട്ടിയായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നണ കരയാത്തോണ്ട് കിട്ടാത്ത പോലെ എനിക്ക് തോന്നിയായിരുന്നു. ഈ ജിസേൽ ആര്യൻ ഗെയിം എങ്ങനെയുണ്ട്? ആക്ച്വലി എനിക്ക് ആര്യനെ അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പുള്ളിക്കാരനെ കുറച്ച് ഓവറായെന്ന്. ആര്യൻ തന്നെ. ഒരു ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പോലുണ്ടോ? റെന ഫാത്തിമ പുള്ളിക്കാരി കുറെ ഒച്ചെടുക്കും. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിക്ക് സ്ക്രീൻ സ്പേസ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യണം. അക്ബറിന്റെ ഒക്കെ വാലി തൂങ്ങി കിടക്കണ്. അതല്ലാണ്ട് വേറൊരു കണ്ടന്റ് പുള്ളിക്കാരി കൊടുക്കാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണത്. ഈ തവണ ബിഗ് ബോസിന് ഫിറ്റ് അല്ലാത്തൊരു മത്സരാർത്ഥി എന്ന് ചോദിച്ചാൽ ആരായിരിക്കും? ഫിറ്റ് അല്ല, ഇപ്പൊ പോയതാണോ നിലവിലുള്ളത്? ഫിറ്റ് അല്ലാത്തതുകൊണ്ടാണ് ഔട്ടായി പോയത്. എനിക്കങ്ങനെ ഇപ്പൊ ഉള്ളത് വെച്ച് തോന്നണത് എനിക്ക് ഇപ്പൊ വന്നേക്കണ മസ്താനി അവരൊക്കെ തന്നെയാണ്. കാരണം അവരെന്തിനാ വന്നേന്ന് പോലും മനസ്സിലാവണില്ല. അവര് ഗ്രൂപ്പിസം പറഞ്ഞ് ഇപ്പൊ എനിക്ക് തോന്നണം അവരൊരു ഗ്രൂപ്പിലായിട്ട് മാറണമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നണത് ഒഴിവാക്കണ പോലെ ഫീൽ ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. ചിലവർക്കത്
ഓക്കെ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1,00,000 രൂപ. 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടും.